പവിത്രമായ ഈ സദസ്സില് ഇന്നലെ പുനർജന്മത്തെക്കുറിച്ചും കർമ്മഫലത്തെക്കുറിച്ചും വിവരിച്ചു. 1, 2, 3 സ്ഥലങ്ങളിൽ പുനർജന്മത്തിൻ്റെ സയൻസ് വിവരിച്ചപ്പോൾ അവിടെയെല്ലാം പങ്കെടുത്ത വ്യക്തികളുടെ മുഖത്ത് കാണാൻ സാധിച്ച ആ താല്പര്യം, ചിലരുടെ മുഖത്തുള്ള ഭയം, ചിലരുടെ മുഖത്ത് കാണാൻ സാധിച്ച സന്തോഷം, കർമ്മഫലവും പുനർജന്മവും സയൻസിലൂടെ വിവരിച്ചപ്പോൾ ഈ മുരളിയിലെ ശാരദ കല്യാണ മണ്ഡപത്തിൽ നിറഞ്ഞിരുന്ന ആൾക്കാരുടെ മുഖത്ത് കാണാൻ സാധിച്ചത് മറ്റ് സ്ഥലങ്ങളിൽ കാണാൻ സാധിച്ചതിനേക്കാൾ എത്രയോ ഇരട്ടിയായിരുന്നു. എനിക്ക് അന്നത്തെ ദിവസം ആദ്യമായിട്ടാണ് പാലക്കാട് ജില്ലയിലെ വൈപരീത്യങ്ങളിൽ നിന്ന് ദിശാബോധത്തിലേക്ക്, നെഗറ്റീവുകളിൽ നിന്ന് പോസിറ്റീവുകളിലേക്ക് എന്ന വിഷയം ആത്മസംതൃപ്തിയോടുകൂടി അവതരിപ്പിച്ചത്. അതില് മോയൻസ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് അങ്ങോട്ടേക്ക് പ്രഭാഷണ വേദി മാറ്റിയതിൻ്റെ ഒരു കോട്ടവുമില്ലാതെ ഫുള്ളായിട്ട് ആൾക്കാരുണ്ടായിരുന്നു. 20-ാം ദിവസം പൊതുപണിമുടക്കായിട്ടും ഞാൻ ആദ്യം വിചാരിച്ചത് ഇത്ര ബൈക്കില് മോട്ടോർ സൈക്കിളിൽ ആൾക്കാർ വന്നത് വേറെ അന്നദാനം വല്ലതും ഉണ്ടോ എന്ന് വിചാരിച്ചു. പിന്നീട് മനസ്സിലായത് കൃത്യം 6 മണിക്ക് അന്നദാനം ഉണ്ടാവാൻ സാധ്യതയില്ലല്ലോ. അപ്പോ അത്രയും പേര് ആ പ്രഭാഷണം കേൾക്കാൻ വന്നതില് ഒരു ഗംഗാസ്നാനം മിനിഞ്ഞാന്നും ഇന്നലെയും ഇന്നും അതേപോലെ ഒരു ഗംഗാസ്നാനം നടത്തി. നാളെ ഞങ്ങൾ തെക്കോട്ട് പോവാ, സ്ഥിരമായിട്ടല്ല, ടെമ്പററി ആയിട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള ഈ വേദികളെല്ലാം വിഷയങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി ഇരുന്ന് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തോന്നാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്, അവസാനത്തെ ശ്വാസം വരെ ഇതുപോലെ ശരീരം അനങ്ങുന്നത് വരെ അറിയാവുന്ന കാര്യങ്ങളുടെ കുറച്ചെങ്കിലും ഇങ്ങനെയുള്ള സദസ്സിൽ അറിയണമെന്ന് ഞാൻ ചിലപ്പോൾ എൻ്റെ സഹപ്രവർത്തകരോട് പറയാറുണ്ട്. ഞാൻ 5 ഗ്രാം അങ്ങോട്ട് തരുമ്പോൾ 50 ഗ്രാമാണ് നിങ്ങളെല്ലാവരും തിരിച്ച് എനിക്ക് തരുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ പ്രഭാഷണം അവസാനിപ്പിക്കുമ്പോൾ പറയാറുണ്ട്, നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു. ആരോടാ നന്ദി പറയുക അറിഞ്ഞൂടാ. എന്തായാലും സന്തോഷമുണ്ട്, സംതൃപ്തിയുണ്ട്, ചാരിതാർത്ഥ്യമുണ്ട്, സ്നേഹമുണ്ട്, കടപ്പാടുണ്ട്. വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കുന്നതിലപ്പുറത്തുള്ള സംതൃപ്തിയുമുണ്ട്. ഓരോ ക്ലാസ്സും കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമ്മുടെ നാട് ഒരു 10,000-ത്തിലധികം വർഷത്തെ പാരമ്പര്യമുള്ളൊരു നാടാണ്. 1000-ഓളം വർഷം വിദേശ ആക്രമണത്തിൽ അരഞ്ഞ് വേദനിച്ചു എന്നിട്ട് പോലും ഈ നാട് മരിച്ചില്ല. നമ്മുടെ സംസ്കാരം ഉണ്ടായതിനു ശേഷം അനവധി സംസ്കാരങ്ങൾ ഉണ്ടായി. ആ സംസ്കാരങ്ങളെല്ലാം മണ്ണടിഞ്ഞു. നിങ്ങൾക്കറിയാം, ഈജിപ്ഷ്യൻ സംസ്കാരം എന്ന് നിങ്ങളിപ്പോൾ കേട്ടാൽ നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് പണ്ടത്തെ രാജാക്കന്മാരുടെ ശവശരീരം അടക്കിയ മമ്മി എന്ന പേരായ ശവശരീരം അടക്കിയ പിരമിഡുകൾ മാത്രം.
ഗ്രീക്ക് സംസ്കാരം എന്ന് നിങ്ങൾ കേട്ടാൽ ഈ ലോകം ആരാധിക്കുന്ന സോക്രട്ടീസിനെ വിഷം കൊടുത്ത് കൊന്ന ഒരു കഥ മാത്രമാണ് ഇപ്പൊ മുമ്പിലുള്ളത്. റോമാ സംസ്കാരം എന്ന് കേട്ടാൽ യേശുക്രിസ്തുവിനെ ആണിയടിച്ച് കുരിശിൽ തറച്ച ആ ദീനരോധനത്തിന്റെ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ബാബിലോണിയയില് ചക്രവർത്തിമാര് തമ്മിലുള്ള യുദ്ധത്തില് വാളുകൊണ്ട് അരിഞ്ഞു കൊന്ന കുറെ പേരുടെ കഥ മെസോപ്പൊട്ടേമിയൻ സംസ്കാരത്തിന്റെ ഒന്നും അവശേഷിച്ചിട്ടില്ല. ചൈനീസ് സംസ്കാരത്തില് എന്തെല്ലാം നടന്നു എന്ന് ചൈനക്കാരുടെ മനസ്സിൽ നിന്ന് പോലും പോയിരിക്കുന്ന ആ കാലഘട്ടത്തില് ഒരു 10,000 വർഷത്തെ പാരമ്പര്യമുള്ള സംസ്കാരം 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രി വരെ വിദേശികൾ ഈ സംസ്കാരത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചു. അതിനുശേഷം ഇവിടത്തെ യുക്തിവാദികളും ഇവിടത്തെ നിരീശ്വരവാദികളും ഇവിടത്തെ ഒരു ഭാഗം ഇടതുപക്ഷം എന്ന് പറയുന്ന വിഭാഗക്കാരും പിന്നെ വിദേശത്ത് വിദ്യാഭ്യാസം നേടി ഇവിടെ വന്ന് നമ്മളെ ഭരിച്ചവരും എല്ലാം ഈ സംസ്കാരത്തെ വർഗീയമെന്നും അതെല്ലാം RSSകാരുടെ കുത്തകയാണെന്നും പറഞ്ഞു മാറ്റി നമ്മുടെ സംസ്കാരത്തിൽ അപച്യുതി ഇന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഒരു രാഷ്ട്രത്തിന്റെ സംസ്കാരത്തെ ഒരു സംഘടനയ്ക്ക് തീരെഴുതി കൊടുത്ത മാതിരി എന്റെയും നിങ്ങളുടെയും ഇവിടുത്തെ ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും മുസ്ലിമിന്റെയും സംസ്കാരം, ആ സംസ്കാരത്തിലെ ഓംകാരം എവിടെയെങ്കിലും കണ്ടാൽ നമ്മൾ പറയും അത് RSSന്റെയാണ്. കാവി എവിടെയെങ്കിലും കണ്ടാൽ അത് RSSന്റെയാണ്. ഭാരത് മാതാ കി ജയ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് RSS ആണ്. ഈ നാടിന്റെ സംസ്കൃതം പഠിക്കണം എന്ന് പറഞ്ഞാൽ അത് RSS ആണ്. ആയുർവേദം ശുദ്ധമായ രീതിയിൽ പഠിക്കണം എന്ന് പറഞ്ഞാൽ അതും RSS ആണ്. അപ്പൊ ഈ നാടിനെ കുറിച്ച് ആര് സംസാരിച്ചാലും ഏതോ ഒരു നികൃഷ്ടമായ ഒരു വീക്ഷണത്തോടു കൂടി കാണാൻ നമ്മളെ പഠിപ്പിച്ചു. ഒരു സംഘടനയുടെ കീഴിലേക്ക് അത് തീരെഴുതി കൊടുത്ത് അതിനോടൊന്നിനും ബന്ധമില്ലാതെ നമ്മൾ ജീവിച്ച ഈ കാലഘട്ടത്തില് ഇങ്ങനെ ബ്രാഹ്മിൻസ് എഡ്യൂക്കേഷൻ സൊസൈറ്റി പോലെയുള്ള സംഘടനകള്, മാതാ അമൃതാനന്ദമയിയുടെ കീഴിലുള്ള സംഘടനകള്, സത്യസായി ബാബയുടെ കീഴിലുള്ള സംഘടനകള്, ബ്രഹ്മകുമാരീസിന്റെ ജഗ്ഗി വാസുദേവൻ ആചാര്യന്റെ കീഴിലുള്ള ചിന്മയാ മിഷന്റെ അങ്ങനെയുള്ള വിവിധ സംഘടനകള് നടത്തുന്ന ഇതുപോലെയുള്ള പഠന ക്ലാസ്സുകളില് നിങ്ങളെ പോലെയുള്ളവര് വരുന്നത് ഈ സനാതന ധർമ്മം അച്ഛേദ്യോയം അദാഹ്യോയം അക്ലേദ്യോ അശോഷ്യ ഏവച നിത്യം സർവഗതസ്ഥാനോ അചലോയം സനാതന. ആയുധം കൊണ്ട് മുറിച്ച് അഗ്നി കൊണ്ട് കത്തിച്ച് വെള്ളത്തിൽ അലിയിപ്പിച്ച് വായു കൊണ്ട് ശോഷിപ്പിച്ച് ഇല്ലാതെയാക്കാൻ പറ്റാത്ത എന്നും എല്ലാ കാലത്തും നിലനിൽക്കുമെന്ന് നമ്മുടെ പൂർവികര് പറഞ്ഞ ആ സംസ്കാരത്തിന്റെ അവകാശികളായ നമ്മളുടെ ഈ പൈതൃകത്തിന്റെ ഒരംശമെങ്കിലും നിങ്ങൾ പഠിക്കണം. ഗോപാലകൃഷ്ണൻ ഒരു അഭിലാഷം പറയുകയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സംഗീതമെങ്കിൽ സംഗീതം പഠിച്ച് പഠിപ്പിക്കുക, നൃത്തമെങ്കിൽ നൃത്തം പഠിച്ച് പഠിപ്പിക്കുക, വേദമെങ്കിൽ വേദം പഠിച്ച് പഠിപ്പിക്കുക, നിങ്ങൾക്ക് ആയുർവേദമാണെങ്കിൽ അത് പഠിച്ച് പഠിപ്പിക്കുക, ജ്യോതിഷാണെങ്കിൽ സത്യസന്ധമായിട്ട് തട്ടിപ്പും വെട്ടിപ്പും ഇല്ലാതെ പറ്റിക്കലും അതുപോലെ തന്നെ നികൃഷ്ടമായ ചിന്തകളും ഇല്ലാതെ ഒരു വിഷയമെങ്കിലും അഭ്യർത്ഥിക്കുന്നു, നിങ്ങൾ പഠിച്ച് മറ്റുള്ളവരെ പഠിപ്പിക്കണം. അത് പൈസയ്ക്ക് വേണ്ടി ആവരുത്, പൈസ വേണ്ടെന്നല്ല, അതായിക്കൊള്ളട്ടെ, അതിനുവേണ്ടി മാത്രമാവരുത്. നമ്മൾ ഇത് പഠിച്ച് അടുത്ത തലമുറയ്ക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് എന്തെല്ലാം പഠിക്കാൻ ആവശ്യമുള്ളത് വേണോ അവസാനത്തെ ശ്വാസം വരെ അത് എത്തിച്ചു തരാം, വീട്ടിലേക്ക് എത്തിച്ചു തരാം, ഒരു സംശയമില്ല. 1750 മണിക്കൂർ സ്പീച്ച് ഇംഗ്ലീഷില്, ഹിന്ദിയില്, മലയാളത്തില്, തുളുവില് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് യൂട്യൂബില്. വെറുതെ ക്ലിക്ക്
ചെയ്താൽ മതി. നിങ്ങൾക്ക് ഒരു വിഷയം ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തില് എല്ലാം പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഏത് ഭാഷയാണോ നിങ്ങൾക്ക് സാധിക്കുക അതില് അടുത്ത ആഴ്ച മുതൽക്ക് തമിഴിലും സംസ്കൃതത്തിലും കന്നഡയിലും തെലുങ്കിലും അത് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. അത് ഞാൻ പറയാൻ കാരണം, പഠിക്കാൻ ആഗ്രഹമുള്ളവരുടെ വീട്ടിനകത്ത് ബെഡ്റൂമിനകത്ത് എത്തിക്കാൻ തയ്യാറാണ്. അവിടെയുള്ള സീഡികൾക്ക് ഒന്നിന് കോപ്പിറൈറ്റോ അല്ലെങ്കിൽ പകർപ്പവകാശമോ ഒന്നുമില്ല. പഠിക്കണം. അതുപോലെ ഇവിടെ പൂണൂലിട്ടവൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ, കുറച്ചെങ്കിലും വേദമോ മന്ത്രമോ പഠിച്ചവരുണ്ടെങ്കിൽ, നിങ്ങൾ റിട്ടയർ ആയവരാണെങ്കിൽ ഒന്നോ രണ്ടോ പേര് ചേർന്ന് ചില ക്ഷേത്രങ്ങളിലെ പൂജാരിയുടെ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കണം. ആലോചിച്ച് നോക്കുക. ക്രിസ്ത്യാനികൾക്ക് അച്ഛന്മാരെ കിട്ടാൻ ഒരു വിഷമവും ഇല്ല. മുസ്ലിങ്ങൾക്ക് മൗലവിമാരെ കിട്ടാൻ ഒരു വിഷമവും ഇല്ല. മുണ്ടും പൊക്കി കൊടുത്തുകൊണ്ട് തലപ്പാവും കെട്ടിക്കൊണ്ട് ചെറുപ്പക്കാര് ഖുർആൻ പഠിച്ചുകൊണ്ട് നടക്കുന്ന കാഴ്ച എത്രയാ. ഒരു 5000 പള്ളി ഉണ്ടാക്കിയാൽ 5000 പള്ളിക്കും മസ്ജിദിനും ഇന്ന് മൗലവിമാരെ അവർ റെഡിയാക്കിയിട്ടുണ്ട്, അച്ഛന്മാരെ റെഡിയാക്കിയിട്ടുണ്ട്. ഒരു ബുദ്ധക്ഷേത്രം ഉണ്ടാക്കിയാൽ 52,000 ബുദ്ധ സന്യാസിമാര് ഇന്ന് ഭാരതത്തിലുണ്ട്. അവര് ആ ക്ഷേത്രത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളുടെ പൂജാരിമാർക്കാണ് ഇന്ന് ക്ഷാമമുള്ളത്. അതുകൊണ്ട് പൂണൂലിട്ടവര് അവർക്കറിയാവുന്ന മന്ത്രം, പൂണൂലിടാത്തവര് ജി സുകുമാരൻ നായർ NSSന്റെ സെക്രട്ടറി പറഞ്ഞ പോലെ സ്വയം പൂണൂലിടാൻ യോഗ്യതയുള്ളവനായിട്ട് ഉയരുക. സ്വയം പൂണൂലിടാൻ യോഗ്യതയുള്ളവനായിട്ട് ശരീരശുദ്ധി, മനഃശുദ്ധി, വാക്ശുദ്ധി, കർമ്മശുദ്ധി, അതുപോലെ തന്നെ ആഹാരശുദ്ധിയിൽ ഉയർന്ന് പൂണൂലിട്ട് നിങ്ങൾ നല്ല നല്ല ക്ഷേത്രങ്ങളുടെ ആചാര്യന്മാര് പൂജാരിമാരാവണം. ഇത് ഞാൻ തുടക്കത്തിൽ പറയാൻ കാരണം, ഇന്നത്തെ വിഷയം ഇന്നു മുതൽക്ക് ജീവിതത്തിൽ പകർത്താനുള്ള വിഷയമാണ്. ആരെങ്കിലും വരാനുണ്ടെങ്കിൽ അവര് കൂടി ഒന്ന് വന്നതിന് ശേഷം ആ വിഷയത്തിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഒരല്പം ആദ്യം നീട്ടിക്കൊണ്ടുപോയത്. അപ്പോ നമുക്ക് സാധിക്കുന്ന വിധത്തില് മറ്റാരെങ്കിലും നമ്മുടെ ധർമ്മത്തെ സംരക്ഷിക്കുമെന്ന് നമ്മൾ വിചാരിച്ച് ഇതെന്റെ ഉത്തരവാദിത്തമല്ല, ഞാൻ എൻ്റെ കാര്യം നോക്കാം, എൻ്റെ വീട്ടിലെ കാര്യം നോക്കാം എന്ന് പറഞ്ഞ് ജീവിക്കുന്നതിന് പകരം ഞാൻ എൻ്റെ കാര്യം നോക്കണം, എൻ്റെ കുടുംബത്തിൻ്റെ കാര്യം നോക്കണം, എൻ്റെ സമൂഹത്തിൻ്റെ കാര്യവും ഞാൻ നോക്കിയില്ലെങ്കിൽ വേറെ ആരെങ്കിലും അത് നോക്കുമെന്ന് ധരിച്ച് മാറി നിന്ന് വേണ്ടതിനും വേണ്ടാത്തതിനും വിമർശിച്ച് ഒന്നും നേടാതെ 2 ദിവസം പൊതുപണിമുടക്ക് നടത്തി, ഇനി ഒന്നും നേടാതെ ഒരു 5 ദിവസം ബസ് പണിമുടക്ക് നടത്തിയിട്ട് ലോകത്തിനെ ബുദ്ധിമുട്ടിക്കുന്നതിനേക്കാൾ നല്ലത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടാക്കുന്നവരുമായിട്ട് ചർച്ച ചെയ്യുക. റോട്ടിൽ കൂടെ പോകുന്നവരെ പെരുവഴിയിലാക്കാതെ ആ പ്രശ്നം ഉണ്ടാക്കുന്നവരുടെ അടുത്ത് ചെന്ന് അത് പരിഹാരം കാണാനാണ് ഹിന്ദുക്കളും നമ്മളും എല്ലാവരും പഠിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കടക്കാം. നമ്മുടെ ജീവിതത്തില് എല്ലായിടത്തും ഇന്നലെയും മിനിങ്ങാന്ന് ഞാൻ പറഞ്ഞ മാതിരി എല്ലാവരെയും ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇടയ്ക്കെങ്കിലും നമ്മളെ കുറിച്ച് ഓർമ്മിക്കണം. നമ്മൾ ഈ ഭൂമിയില് പെർമനന്റ് അല്ല. ഞാനും നിങ്ങളും ഈ ഭൂമിയില് സ്ഥിരമായിട്ട് ഇരിക്കേണ്ടവരല്ല. ഈ ഭൂമിയിലേക്ക് വന്ന ഒരു ദിവസം ഉണ്ടെങ്കിൽ ഭൂമിയിൽ നിന്ന് തിരിച്ച് പോകുന്ന ഒരു ദിവസവും ഉണ്ടാവും. അപ്പൊ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടെങ്കിൽ ഡേറ്റ് ഓഫ് ഡെത്ത് ഉണ്ട്. ചിരി ഉണ്ടെങ്കിൽ കരച്ചിലുണ്ട്. സന്തോഷമുണ്ടെങ്കിൽ ജീവിതത്തിൽ സന്താപവുമുണ്ട്. ലാഭമുണ്ടെങ്കിൽ ജീവിതത്തിൽ നഷ്ടവുമുണ്ട്. വരവുണ്ടെങ്കിൽ പോക്കുമുണ്ട്. ലോകത്തിൽ ഒരാൾക്കും എല്ലാം തികഞ്ഞ ഒരവസ്ഥ എന്നുള്ളത് ജഗദീശ്വരൻ കൊടുക്കില്ല.
ലോകത്തിൽ എന്നും ദുഃഖിക്കുന്നവര് എന്ന് പറഞ്ഞൊരവസ്ഥയും ജഗതീശ്വരൻ കൊടുക്കില്ല. മാത്രല്ല, ഈശ്വരൻ നമുക്ക് സ്വർഗമോ നരകമോ തരാൻ വേണ്ടി ഇരിക്കുന്ന ഒരു ഓഡിറ്ററോ അല്ലെങ്കിൽ ഒരു ജഡ്ജിയോ ഒരു ഇൻസ്പെക്ടർ ജനറലോ അല്ല. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങള് നന്മ നിറഞ്ഞതാണെങ്കിൽ ആ നന്മ നിറഞ്ഞ കർമ്മത്തിന് ഒരു ഫലമുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. നമ്മൾ ചെയ്തത് തിന്മ നിറഞ്ഞ കർമ്മമാണെങ്കിൽ ആ തിന്മയ്ക്ക് അതിൻ്റെതായിട്ടുള്ള ദുഷ്കർമ്മ ഫലവുമുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ടാണ് തിരുവിതാംകൂറിലെ പ്രഗത്ഭനായ ജഡ്ജിയും വലിയ സാഹിത്യകാരനും വലിയ വേദപണ്ഡിതനും മൂന്നും ചേർന്ന മഹാകവി ഉള്ളൂര് പറഞ്ഞത്, നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ. ഈ ഒരു വരി എൻ്റെ മുമ്പിലുള്ള എൻ്റെ കുടുംബാംഗങ്ങൾ മറക്കരുത്. ഇത് പരിഹാർത്താക്കണം. നിങ്ങൾക്കറിയാവുന്നതാ. പുതിയതൊന്നും ഞാൻ പറയുന്നില്ല, പറയാറുമില്ല. നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ. We create our own heaven and also we create our own hell. Nobody is standing outside from us. Nobody is standing away from us. Contribute or give us heaven or hell. നമ്മളിൽ നിന്ന് മാറി നിന്ന ഒരാള് നമുക്ക് സ്വർഗമോ നരകമോ തരുന്നില്ല. നിങ്ങൾ തന്നെ നോക്കുക. മഹാഭാരത ഗ്രന്ഥം ഞാൻ വിവരിച്ചു. അങ്ങനെ ഒരു ഗ്രന്ഥം രചിക്കാൻ അതിൻ്റെ തിന്മകൾ ആരംഭിച്ചത് എവിടെ നിന്നാണ്? ആ തിന്മയുടെ ഫലം അനുഭവിച്ചവർ തന്നെയാണ് ആ തിന്മയ്ക്ക് ആരംഭം കുറിച്ചത്. അത് മനസ്സിലായല്ലോ ഇല്ലേ? ഞാൻ ചെയ്ത തിന്മയുടെ ഫലം മറ്റൊരുവൻ അനുഭവിക്കില്ല. ഞാൻ ചെയ്ത പാപത്തിന്റെ ഫലം ഒരു യേശുക്രിസ്തുവിന്റെ തലയ്ക്കും എടുത്ത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള ധാരണകളൊക്കെ തെറ്റാം. അതുകൊണ്ട് എൻ്റെ കർമ്മത്തിന്റെ ഫലം ഞാൻ അനുഭവിക്കുന്നത് കൊണ്ട് തന്നെയാണ് സർ ഐസക് ന്യൂട്ടനും അതുപോലെ ഭാരതത്തിലെ ഋഷിവര്യന്മാരും പറഞ്ഞത്, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ. അപ്പൊ നമ്മുടെ ജീവിതത്തെ സ്വർഗ സമാനമാക്കാൻ, നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങളും ദുഃഖങ്ങളും വേദനകളും പരിദേവനങ്ങളും കുറയ്ക്കാൻ, നമ്മുടെ ജീവിതത്തില് പ്രശ്നങ്ങൾ കുറയ്ക്കാൻ എവിടെയാ മാറ്റം വരുത്തേണ്ടത്? ഭാരതീയ ഋഷിവര്യന്മാര് 10,000 വർഷത്തെ പാരമ്പര്യമുള്ള ഈ സംസ്കാരത്തിനു വേണ്ടി നൽകിയ 10,000 വർഷത്തെ പാരമ്പര്യമുള്ള നമ്മുടെ സംസ്കാരത്തിന് വേണ്ടി നൽകിയ ആചാരങ്ങള്, വിചാരങ്ങള്, വിശ്വാസങ്ങള്, സങ്കല്പങ്ങള്, ഗ്രന്ഥങ്ങള്, സന്ദേശങ്ങള്, അനുഭവങ്ങള്, കഥകള് 8 പോയിന്റ്. ആചാരങ്ങൾ, വിചാരങ്ങൾ, വിശ്വാസങ്ങൾ, സങ്കല്പങ്ങൾ, ഗ്രന്ഥങ്ങൾ, ഉപദേശങ്ങൾ, അനുഭവങ്ങൾ, കഥകൾ. ഏകദേശം മനസ്സിലാവുന്നുണ്ടല്ലോ ഇല്ലേ? എവിടെയെങ്കിലും പറയുന്നത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അവിടെ ഇരുന്ന സ്ഥലത്ത് നിന്ന് കൈ ഉയർത്തിയാൽ മതി. കൈ ഉയർത്തി പിടിക്കണ്ട, ഉയർത്തി താഴ്ത്തിക്കോളൂ. പറഞ്ഞത് വീണ്ടും ആവർത്തിക്കാം. ഇപ്പൊ നമ്മുടെ ഋഷിവര്യന്മാര്, ആയിരക്കണക്കിന് ഋഷിവര്യന്മാര് ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളിലൂടെ ആയിരക്കണക്കിന് വർഷങ്ങളായി ആയിരക്കണക്കിന് സന്ദേശങ്ങൾ നമുക്ക് നൽകി. ആയിരക്കണക്കിന് ഋഷിവര്യന്മാര് ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളിലൂടെ ആയിരക്കണക്കിന് വിഷയങ്ങൾ വിവരിച്ച് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് നമുക്ക് സന്ദേശങ്ങൾ നൽകിയത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം 5 വാക്കുകളാണ്. ആ 5 വാക്കുകൾ ഇന്ന് മോയൻസ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ചെവിയിൽ വൈബ്രേറ്റ് ചെയ്യണം. നിങ്ങളുടെ ചെവിയിൽ എപ്പോഴും ഉണ്ടാവണം. അതാണ് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞു, ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കണം നമ്മൾ ഈ ഭൂമിയിൽ പെർമനന്റ് അല്ല എന്ന്. അതേ
പറയുന്നു, എപ്പോഴും ചിന്തിക്കണം ഈ 5 വാക്കുകൾ. മൈൻഡ്, മനസ്സ്, ബോഡി, ശരീരം, ഫാമിലി, കുടുംബം, ധർമ്മ, നമ്മുടെ ധർമ്മം അല്ലെങ്കിൽ സൊസൈറ്റി, നേഷൻ, നമ്മുടെ രാഷ്ട്രം. 5 എണ്ണം. നമ്മുടെ മനസ്സ്, നമ്മുടെ കുടുംബം, നമ്മുടെ സമൂഹം, നമ്മുടെ രാഷ്ട്രം, അതേപോലെ മനസ്സിനോടൊപ്പം ചേർന്ന് ശരീരം. മനസ്സ്, ശരീരം, കുടുംബം, സമൂഹം, രാഷ്ട്രം. ഇവയ്ക്ക് സസ്റ്റൈനബിൾ ആൻഡ് പെർമനന്റ്, ശാശ്വതമായി നിലനിൽക്കുന്നതും സ്ഥിരവുമായ നന്മകൾ വരുത്താൻ വേണ്ടിയാണ് ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങള്, ആയിരക്കണക്കിന് ആചാര്യന്മാര്, ആയിരക്കണക്കിന് വിഷയങ്ങളില് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് നമുക്ക് എഴുതി തന്ന് വേണമെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ തിരസ്കരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഒന്നുകൂടി ഇപ്പൊ പറഞ്ഞത് ആവർത്തിക്കാം. നമ്മുടെ പൂർവികര് നൽകിയ ആചാരങ്ങള്, വിചാരങ്ങൾ, വിശ്വാസങ്ങൾ, സങ്കല്പങ്ങൾ, ഗ്രന്ഥങ്ങൾ, സന്ദേശങ്ങൾ, അനുഭവങ്ങൾ, കഥകൾ, മനസ്സിലാവുന്നുണ്ട്? ഇത് നമുക്ക് നൽകിയത് എന്തിനാണ്? എന്റെ മനസ്സിനെ അസതോമാ സദ്ഗമയ, എന്റെ മനസ്സിനെ തമസോമാ ജ്യോതിർഗമയ, എന്റെ മനസ്സിനെ മൃത്യോർമാ അമൃതം ഗമയ. അർത്ഥം മനസ്സിലായി വിചാരിക്കുന്നു. അതെങ്ങനെയാണെന്ന് പറയാം. അതേപോലെ എന്റെ ശരീരത്തിനെ അനാരോഗ്യത്തിൽ നിന്ന് ആരോഗ്യത്തിലേക്ക്, സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. എന്തൊരു സന്ദേശം നൽകിയിരിക്കുന്നത്! സർവേ ഭവന്തു സുഖിനഃ. ഇത്രയും സീരിയസ് ആയിട്ടിരിക്കുന്ന ജനങ്ങളുടെ അടുത്ത് തമാശ പറഞ്ഞാൽ ചിലപ്പോ വഴി തെറ്റും. വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ തമാശ പറയാം. ചിലപ്പോ ഞാൻ പറയാറുണ്ട്, സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയ എന്നുള്ളതിന്റെ അർത്ഥം സർവേ ഡിപ്പാർട്ട്മെന്റിലുള്ളവരെല്ലാവരും സുഖമായിരിക്കട്ടെ എന്നല്ല, മറിച്ച് ലോകത്തിലുള്ളവരെല്ലാവരും ആരോഗ്യത്തോടുകൂടി സുഖമായിട്ട് രോഗമില്ലാത്തവരായിട്ടിരിക്കട്ടെ. അതാണ് മനസ്സിനെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകാനുള്ള, ശരീരത്തിനെ അനാരോഗ്യത്തിൽ നിന്ന് ആരോഗ്യത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഛിദ്രമാകുന്ന കുടുംബ ബന്ധത്തെ ഭദ്രമായ കുടുംബ ബന്ധമാക്കാൻ. ആ വരി മറക്കരുത്. ഛിദ്രമാകുന്ന കുടുംബ ബന്ധത്തെ ഭദ്രമാകുന്ന കുടുംബ ബന്ധമാക്കി മാറ്റാൻ, അതുപോലെ തകരുന്ന സാമൂഹിക ബന്ധത്തെ വളരുന്ന സാമൂഹിക ബന്ധമാക്കാൻ, സൊസൈറ്റൽ ബോണ്ടേജ് അറ്റാച്ച്മെന്റ് വർദ്ധിപ്പിക്കാൻ, സൊസൈറ്റിയുടെ കെട്ടുറപ്പിന് സോഷ്യൽ ബോണ്ടേജ്. ഇപ്പൊ മനസ്സിനെ ഉയർത്തുക, ശരീരത്തിനെ ഉയർത്തുക, കുടുംബ ബന്ധം ഉയർത്തുക, സാമൂഹികമായ ബന്ധം ഉയർത്തുക, രാഷ്ട്രത്തെ, പരമപവിത്രമായ ഭാരതത്തിന്റെ ചൈതന്യത്തെ എത്രത്തോളം ഉയർത്താൻ സാധിക്കുമോ അത്രത്തോളം ഉയർത്താൻ നിങ്ങൾക്ക് ഏതെല്ലാം വിധത്തിലുള്ള സംഭാവനകളാണോ നൽകാൻ സാധിക്കുക അത് നൽകുക. ലോകത്തില് എത്ര പേര് ടെററിസ്റ്റുകളാവുന്നുണ്ട്, എത്ര പേര് സദ്ദാം ഹുസൈന്റെ ഫോട്ടോ വെച്ച് പൂജിക്കുന്നുണ്ട്, എത്ര പേര് ബിൻ ലാദനെ ആരാധിക്കുന്നുണ്ട്, എത്ര പേര് പണിമുടക്ക് നടത്തുന്നുണ്ട്, എത്ര പേര് ഹർത്താൽ ആചരിക്കുന്നുണ്ട് എന്നുള്ളതിനേക്കാൾ ഉപരി മാനവരാശിക്ക് ദുഃഖവും വേദനയും നമ്മുടെ രാഷ്ട്രത്തിന് അപച്യുതിയും ഉണ്ടാക്കുന്നതിനെതിരെ, നമ്മുടെ രാഷ്ട്രത്തിന് അവഹേളനവും അപച്യുതിയും ഉണ്ടാക്കുന്നതിനെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അത് സാധിക്കുന്നതുണ്ട്. വളരെ വളരെ അത്ഭുതകരമായി ഞാൻ ആ കുംഭമേളയിൽ ഇരിക്കുമ്പോ ആരാധ്യനായ രാമേന്ദ്രൻ സാറ് ചോദിച്ചു, 2 ദിവസം ഇവിടെ പണിമുടക്ക, മോയൻസ് സ്കൂളിൽ എങ്ങാനും പ്രഭാഷണം നടത്തിയാൽ ചിലപ്പോ കുത്തുവാള എടുപ്പിച്ചു എന്ന് വരും, അതുകൊണ്ട് എന്താ വേണ്ടത്, ക്യാൻസൽ ചെയ്യട്ടെ എന്ന് ചോദിച്ചു. അപ്പോ
കണ്ണടച്ച് ഒരു മിനിറ്റ് ഒന്ന് ആലോചിച്ചു എന്താ ഉത്തരം പറയാ. വെറുതെ പറഞ്ഞു. പണ്ടൊരിക്കല് ശാരദാ കല്യാണ മണ്ഡപത്തിൽ പ്രഭാഷണം നടത്തി പകുതിയാവുമ്പോ എന്റെ മകൾക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് വണ്ടിയെടുത്ത് പാതിരാത്രിക്ക് ഞാൻ തിരുവനന്തപുരത്തേക്ക് യാത്രയാക്കിയപ്പോ ഒരു പ്രഭാഷണം പകുതിക്ക് നിർത്തിയിട്ടുണ്ട് 4 കൊല്ലം മുമ്പ്. അപ്പോ അത് പൂർത്തിയാക്കാൻ അവിടെ തന്നെ ആവട്ടെ എന്ന് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു. മഹാഭാഗ്യത്തിന് അവിടെ അപ്പോഴും പ്രതീക്ഷിച്ചത് കുറച്ചു പേര് വരുന്ന, വേണമെങ്കിൽ രാമേന്ദ്രൻ സാറിന് പറയാമായിരുന്നു, ബാലകൃഷ്ണ പത്രത്തിൽ മുഴുവനും കൊടുത്തിരിക്കുന്നത് മോയിൻസ് ഹൈസ്കൂളിനാണ്, നോട്ടീസിൽ മുഴുവനും മോയിൻസ് ഹൈസ്കൂളിനാണ്, ഇനി ഒരു പരീക്ഷണം നടത്തണോ വെറുതെ അവിടെ എന്നൊരു ചോദ്യം അദ്ദേഹം ചോദിച്ചില്ല. നോക്കട്ടെ, നമുക്ക് അത് ചെയ്യാം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു 5 ഗ്രാം ജഗദീശ്വരൻ എന്നോട് നിങ്ങൾക്ക് നൽകാൻ പറയുമ്പോൾ എന്റെ മുമ്പിലിരിക്കുന്നവര് 50 ഗ്രാം തിരിച്ചു തരുന്ന അനുഭവമാണ് ഇന്നലെയും മിനിഞ്ഞാന്നും ഉണ്ടായത്. ഇത് ഞാൻ ഇപ്പൊ ഇവിടെ പറയാൻ കാരണം, ലോകത്തിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് കണ്ട് തകർന്ന് ഞാൻ ഒന്നിനോടും ബന്ധമില്ലാതെ മാറി നിൽക്കുകയാണ് എന്ന് പറഞ്ഞ് മാറി നിൽക്കല്ലേ എന്ന് പറഞ്ഞ് മാറി നിൽക്കല്ലേ. സാധിക്കുന്നതെല്ലാം ചെയ്യാം, വിമർശിക്കുന്നവരുണ്ടാവാം, എതിർക്കുന്നവരുണ്ടാവാം, പുച്ഛിക്കുന്നവരുണ്ടാവാം, അവഹേളിക്കുന്നവരുണ്ടാവാം. അവരൊക്കെ ഉണ്ടാവണം. അവരൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതം അല്ലേ? നമ്മൾ ചിലപ്പോ ഒക്കെ ഈ ദോശ കഴിക്കുമ്പോ ദോശ മാത്രം തിന്നാ പോരെ, എന്തിനീ പിക്കിൾസ് കൂടി ചേർക്കണത്? നല്ല പായസം കഴിക്കുമ്പോ മധുരം മാത്രം അടിച്ചകത്തേക്ക് കയറ്റിയാൽ പോരെ, എന്തിനാ ഇടയ്ക്ക് ഒരു പപ്പടവും കൂടി തിന്നുന്നത്? അപ്പൊ കൂടുതൽ പായസം അകത്തേക്ക് പോകും. ചിലപ്പോ നാളെ മറ്റന്നാളെ കിട്ടിയില്ലെങ്കിൽ കോമ്പൻസേറ്റ് ചെയ്യാൻ ഈ പപ്പടം സഹായിക്കും. അപ്പൊ ഒരേ ടേസ്റ്റിൽ നിന്ന് വ്യത്യസ്തമായ ടേസ്റ്റുകൾ ഉണ്ടാവുന്നത് കൂടി അനുഭവത്തിൽ വരണം. കുറെ ചിരിക്കുമ്പോ ഇടയ്ക്കൊരു കരച്ചില്, കുറെ സുഖിക്കുമ്പോ ഇടയ്ക്കൊരു അസുഖം, കുറെ അധികം വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോ ഇടയ്ക്കൊരു നടത്തം, കുറെ വെയിലത്ത് പോകുമ്പോ ഇടയ്ക്കൊരു തണുപ്പ്, കുറെ വെയിലത്ത് പോകുമ്പോ മഴയത്ത് പോകുമ്പോ ഇടയ്ക്കൊരു കൊട, അതൊക്കെയല്ലേ സുഖം. അല്ലാതെ എപ്പോഴും തണുപ്പായാൽ ആരാ തണുപ്പിനെ കുറിച്ച് ഓർക്കാൻ പോണേ? എപ്പോഴും ഇരുട്ടായാൽ വലിയ പ്രശ്നമല്ലേ? ഇടയ്ക്ക് വെളിച്ചത്തിന്റെ വെളിച്ചം അറിയണമെങ്കിൽ ഇരുട്ടപ്പുറത്ത് വേണം. ഇരുട്ടില്ലെങ്കിൽ പിന്നെ എന്തോന്ന് വെളിച്ചം? മുഴുവനും റോഡ് മുഴുവനും തണലാണെങ്കിൽ ആരെങ്കിലും തണല് വേണേ ഈശ്വരാന്ന് പ്രാർത്ഥിക്കൂ? ഇല്ല. അതുകൊണ്ട് കുന്തി മാതാവ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ തെറ്റിദ്ധരിക്കുകയാണ്. കുന്തി മാതാവിനെ കുറിച്ച് കുന്തി മാതാവിനോട് കൃഷ്ണൻ എന്താ ചോദിച്ചത്? അമ്മയ്ക്ക് എന്ത് വരമാണ് വേണ്ടത്? അമ്മ ഇത്രയും ജീവിതത്തിൽ ദുഃഖിച്ചില്ലേ? ചെറുപ്പത്തിൽ ഭർത്താവ് മരിച്ചു, 2 കൂട്ടരുടെ, പാദ്രിയുടെ 2 മക്കള്, കുന്തിയുടെ 3 മക്കള്, 5 മക്കളെ വളർത്തേണ്ടി വന്നു. 13 വർഷം കാട്ടിൽ താമസിക്കേണ്ടി വന്നു. കാന്താരിയുടെ കാല് തിരുമേണ്ടി വന്നു. രാജസദസ്സില് പോലും മരുമകള് വസ്ത്രാക്ഷേപത്തിന് വിധേയമായി. മകൻ അത്രയും വേദനിച്ച് ചൂത് കളിച്ച് തെറ്റായിട്ടുള്ളത് പ്രസീഡൻസ് ഉണ്ടാക്കി. എല്ലാം സംഭവിച്ചിട്ടും തകരാതെ, തളരാതെ, വരളാതെ ഉറച്ചു നിൽക്കാൻ സാധിച്ച കുന്തി മാതാവേ, അമ്മ എന്ത് വരമാ വേണ്ടതെന്ന് കൃഷ്ണൻ ചോദിച്ചപ്പോ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ആ കൃഷ്ണന്റെ ചോദ്യം എന്തായിരുന്നു? അമ്മ ഉത്തരം പറഞ്ഞേ അറിയോ? കൃഷ്ണ, ജീവിതത്തിൽ എന്നും പ്രശ്നങ്ങൾ തരണം, ജീവിതത്തിൽ ദുഃഖം തരണം എന്നല്ല, സ്വർഗം തരണം എന്നല്ല, സുഖം തരണം എന്നല്ല പറഞ്ഞത്, എന്റെ മക്കൾക്ക് ആയുസ് തരണം എന്നല്ല പറഞ്ഞത്, എന്റെ മക്കൾക്ക് രാജ്യം തിരിച്ചു തരണം എന്നല്ല പറഞ്ഞത്, ജീവിതത്തിൽ എന്നും പ്രശ്നം തരണം. എനിക്ക് അത്ഭുതം തോന്നി. ഞാൻ വിചാരിക്കാറുണ്ട്, അടുത്ത ജന്മത്തിലേക്ക് കുന്തിയെ പോലെ ഒരു സ്ത്രീയുടെ മകനായിട്ട് ജനിക്കണം. ഇപ്പൊ എന്റെ അമ്മയും കുന്തിയെ പോലെ തന്നെ അനുഭവിച്ച ആളാ ഒത്തിരി. അതെനിക്ക് നല്ലോണം അറിയാം. ഒരു അമ്മ അനുഭവിച്ച ത്യാഗം ഒരു പുസ്തകത്തിൽ എഴുതുകയാണെങ്കിൽ അമ്മ എന്നോട് പറയും, വേണ്ട മോനെ എഴുതണ്ട. അത്രയും അനുഭവിച്ചിട്ടുണ്ട്. ആ അനുഭവിക്കുമ്പോഴും അമ്മ പറയും,
നിങ്ങൾ നന്നായി വന്നാ മതി, അമ്മയ്ക്കിതൊന്നും സാരമില്ല. അമ്മയുടെ കണ്ണിൽ നിന്ന് 24 മണിക്കൂറും കണ്ണിന്റെ രോഗം കൊണ്ട് വേദന വരും, ഹൈപ്പർ ടെൻഷൻ. അമ്മയ്ക്കില്ലാത്ത അസുഖമില്ല, എന്നിട്ട് ഡോക്ടറുടെ അടുത്ത് പോയില്ല. ഞാൻ ആലോചിക്കാറുണ്ട്, കുന്തിയെ പോലെ ഒരു അമ്മ ജീവിതത്തിൽ എന്നും പ്രശ്നം വേണമെന്ന് ചോദിച്ചു വാങ്ങിച്ച അമ്മ എന്തിനു പ്രശ്നം വേണം? എങ്കിലേ ഈ പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ള ചങ്കൂറ്റം നമുക്ക് ഉണ്ടാവുള്ളൂ. പ്രശ്നമില്ലാത്ത ജീവിതത്തിൽ എന്ത് ചങ്കൂറ്റം? നമുക്ക് പ്രശ്നം ഉണ്ടെങ്കിലല്ലേ പോവാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, അവര് നല്ലത് ചെയ്യുന്നുണ്ടെങ്കിൽ അതെടുക്കാം, അവര് തിന്മ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കോപ്പി ചെയ്യാനുള്ള ഒരു ന്യായീകരണം നമുക്ക് ഉണ്ടാവരുത്. അതുകൊണ്ട് ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങള്, ആയിരക്കണക്കിന് ആചാര്യന്മാര്, ആയിരക്കണക്കിന് വിഷയങ്ങളില് കഴിഞ്ഞ ആയിരക്കണക്കിന് വർഷങ്ങളായി നമുക്ക് നൽകിയ ആചാരങ്ങള്, വിചാരങ്ങള്, വിശ്വാസങ്ങള്, സങ്കല്പങ്ങള്, ഗ്രന്ഥങ്ങള് പ്ലസ് സന്ദേശങ്ങള്, അനുഭവങ്ങള്, കഥകള് നമ്മുടെ മനസ്സിനെ ഉയർത്താൻ, ശരീരത്തിനെ ഉയർത്താൻ, കുടുംബ ബന്ധത്തെ ദൃഢമാക്കാൻ, സാമൂഹിക ബന്ധത്തെ ഉജ്ജ്വലമാക്കാൻ, രാഷ്ട്രത്തെ ചൈതന്യവത്താക്കാൻ. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ 5 കാര്യവും ജീവിതത്തിൽ പകർത്താൻ സാധിക്കണം. ഇന്നു മുതൽക്ക് ഇത് ഗോപാലകൃഷ്ണന്റെ ആഗ്രഹമല്ല. എന്റെ മുമ്പിൽ പല പ്രാവശ്യം ഇരുന്ന നിങ്ങളോട് ഗോപാലകൃഷ്ണന്റെ നിർദ്ദേശമാണ്. അങ്ങനെ നിർദ്ദേശിക്കാൻ യോഗമുണ്ടോ, യോഗ്യതയുണ്ടോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ അങ്ങനെ നിർദ്ദേശിക്കുക, യോഗ്യത ഉണ്ടെന്ന് ഞങ്ങൾ തെറ്റിദ്ധരിച്ച് നിർദ്ദേശിക്കാം. മനസ്സിനെ ഉയർത്താൻ നമ്മുടെ പൂർവികര് വേദമന്ത്രങ്ങൾ പറഞ്ഞു തന്നു. ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ജാതിക്കും മതത്തിനും വിശത്തിനും പ്രായത്തിനും വർഗവർണ്ണ ഭാഷാ വ്യത്യാസങ്ങൾക്കും അതീതമായി മാനവരാശി വേദങ്ങൾ കേൾക്കണം, പഠിക്കണമെന്ന് ഞാൻ പറയണില്ല. വേദങ്ങൾ കേൾക്കണം, വീണ്ടും ആവർത്തിക്കുന്നു, പഠിക്കണമെന്ന് ഞാൻ പറയില്ല. പഠിക്കരുത് എന്ന് പറയില്ല, പഠിക്കണ്ട എന്ന് വേണമെങ്കിൽ പറയാം. പഠിക്കരുതെന്ന് പറയില്ല, പഠിക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, വിഷമമാണ്. അതുകൊണ്ട് കേൾക്കാൻ വിഷമമില്ല. കാവില് യാത്ര ചെയ്യുമ്പോ കേൾക്കണം. എല്ലാവരോടും, ഇതിനകത്തുള്ള മുസ്ലിങ്ങൾ ഉൾപ്പെടെ എന്നോട് കുറച്ചു പേര് ചോദിച്ചു, ഞങ്ങള് ഇന്ന് മോയൻസ് ഹൈസ്കൂളിൽ വന്നാൽ കുഴപ്പമുണ്ടോ മുസ്ലിങ്ങള്? ഞാൻ പറഞ്ഞു, ആര് വന്നാൽ എന്താ, വന്നില്ലെങ്കിലും എത്രയും നിങ്ങളാരും മെക്കയിൽ നിന്ന് വന്നവരല്ല, നിങ്ങളാരും സൗദി അറേബ്യയിൽ നിന്ന് വന്നവരല്ല, നിങ്ങളാരും യെരുശലേമിൽ നിന്ന് വന്നവരല്ല, നിങ്ങളാരും മോസ്കോവിൽ നിന്നോ പിക്കിങ്ങിൽ നിന്ന് ബെയ്ജിങ്ങിൽ നിന്ന് വന്നവരല്ല. ഈ നാട്ടിൽ ജനിച്ച്, ഈ നാടിന്റെ രക്തത്തില്, ഈ നാടിന്റെ ചോറ് തിന്ന്, ഈ നാട്ടിൽ ജോലി ചെയ്ത്, ഈ നാട്ടിൽ ചാവുകയോ മരിക്കുകയോ ചെയ്യേണ്ടവരാണ്. അത് കാരണം ഞാൻ പറയുന്നത് ഹിന്ദുക്കൾക്ക് വേണ്ടിയുള്ളത് മാത്രമല്ല, ഈ നാട്ടിലെ 127 കോടി ജനതയ്ക്കും ആപ്ലിക്കബിൾ ആണ്. നമ്മുടെ വേദങ്ങള് ലോകത്തിലെ 710 കോടി ജനതയ്ക്കും ആപ്ലിക്കബിൾ ആണ്. എന്താ കാരണം? മനസ്സിനെ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് കൊണ്ടുപോകാനുള്ള സന്ദേശങ്ങൾ മാത്രം വേദത്തിലുള്ളത്. അതിനകത്ത് പാപപുണ്യങ്ങളില്ല, സ്വർഗ നരകങ്ങളില്ല, നമുക്ക് സന്ദേശങ്ങൾ മാത്രം. ഏത് അമേരിക്കൻ പാർലമെന്റ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമ്പോഴും വേദമന്ത്രം ചൊല്ലാൻ ഒബാമ പറയാൻ കാരണം, പ്രസിഡന്റ് ബുഷ് പറയാൻ കാരണം, അതിനകത്ത് ഒരു മതത്തിന് വേണ്ടിയിട്ടുള്ളതല്ല ഉള്ളത് എന്ന് വ്യക്തമായിട്ടറിയാം. ഏത് മതത്തില്, ഏത് രാഷ്ട്രീയ പാർട്ടിയില്, ഏത് നിരീശ്വരവാദി. ഇന്നലെ വൈകുന്നേരത്തെ പ്രഭാഷണം കഴിഞ്ഞപ്പോ ഒരാൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഭയങ്കര സീരിയസ് ആയിട്ടുള്ള മുഖം. ഞാൻ വിചാരിച്ചു അയാൾ എന്നെ ചീത്ത പറയാൻ പറ്റാ, അദ്ദേഹം ഇവിടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നണേ. അടുത്ത് വന്ന് തൊഴുതിട്ട് പറഞ്ഞു, പാലക്കാട് ജില്ലാ യുക്തിവാദി സംഘത്തിന്റെ ഉത്തരവാദിത്വമുള്ള ആളാണ് ഞാൻ. സന്തോഷമുണ്ട്. ഇന്നലത്തോടുകൂടി യുക്തിവാദി സംഘത്തിന്റെ ഉത്തരവാദിത്വം മതിയാക്കി. ഇതാ യുക്തി എന്ന് എനിക്ക് മനസ്സിലായി. ഇനി ഞാൻ അങ്ങയുടെ കൂട്ടത്തിലുണ്ട്. ഞാൻ പറഞ്ഞു, എന്റെ കൂട്ടത്തിൽ വേണ്ട, രാഷ്ട്രത്തിന്റെയും ധർമ്മത്തിന്റെയും കൂട്ടത്തില് ഞാനിങ്ങനെ പോകുന്ന ഒരാളാണ്.
ശ്രീ ഗുരുവായൂരപ്പൻ എന്ന സീരിയലില് കിംവദൻ എന്ന് പറഞ്ഞ ഒരു പാർട്ടിയുണ്ട്. തലമുടി ഒന്നും വാരാതെ ഒരു കുന്തവും പിടിച്ചോണ്ട് നടക്കും. അങ്ങനത്തെ പാർട്ടിയാ ഞാൻ. ചിലപ്പോ എന്റെ മുണ്ട് കീറിയിട്ടുണ്ടാവും, എനിക്ക് ബൊക്കയില്ല, എനിക്ക് അതൊന്നുമില്ല, ഇങ്ങനെ പോവാണ്. അങ്ങനെ പോകുന്ന പോക്കിൽ എന്റെ കൂട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോ ചിലർക്ക് അത് ഇഷ്ടപ്പെടില്ല. ഇഷ്ടപ്പെടാത്തവരാരെങ്കിലും ഉണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ വേണ്ട, തന്നെത്താനെ മുമ്പോട്ട് പോകൂ. പക്ഷെ യുക്തിവാദി സംഘടനയിൽ നിന്ന് രാജിവെക്കല്ലേ, അതിൽ തന്നെ നിലനിൽക്കാം. അതിൽ തന്നെ ഇരുന്ന സംഘടനയിലുള്ളവർക്ക് യുക്തിവാദം യഥാർത്ഥത്തിൽ എന്താണെന്ന് പറഞ്ഞു കൊടുക്കാം. കുറേ CPM കാലം ആനമങ്ങാട് ചെർപ്പളശ്ശേരിക്ക് അടുത്ത് 2 ആഴ്ച മുമ്പ് ക്ലാസ് എടുത്തപ്പോ DYFIയിലെ പാലക്കാട് ജില്ലാ സെക്രട്ടറിയും കുറേ പ്രവർത്തകരും വന്ന് എനിക്ക് ക്ഷയിക്കാണ്ട് എന്ന് പറഞ്ഞു. സാർ, ഞങ്ങൾ സാറിന്റെ കൂട്ടത്തിലുണ്ട്. ഞാൻ പറഞ്ഞു, എന്നും DYFIയുടെ ഉത്തരവാദിത്വം ഉണ്ടാവണം, അതിൽ നിന്ന് മാറരുത്, അതിൽ തന്നെ ഉണ്ടാവണം. അതിനകത്തിരുന്നു കൊണ്ട് ശുദ്ധമായ മനസ്സോടുകൂടി ഹിഡൻ അജണ്ട ഇല്ലാതെ, ഒരു ഹിഡൻ അജണ്ടയും ഇല്ലാതെ DYFIക്കാര് ഈ EM ശങ്കരൻ നമ്പൂതിരിപ്പാട് എങ്ങനെയാണോ കന്യാകുമാരിയില് വിവേകാനന്ദ കേന്ദ്രം ഉണ്ടായപ്പോൾ അതിശക്തമായിട്ട് കേരള മുഖ്യമന്ത്രി എന്ന നിലയിൽ എതിർത്തത്, ആ കേരള മുഖ്യമന്ത്രി വിവേകാനന്ദ പാറയില് വിവേകാനന്ദ കേന്ദ്രം സ്ഥാപിച്ചപ്പോൾ അതിശക്തമായിട്ട് എതിർത്ത EM ശങ്കരൻ നമ്പൂതിരിപ്പാടിനെയും വിവേകാനന്ദനെയും ഒരുമിച്ച് വെക്കുന്ന ലെവലിലേക്ക് നിങ്ങൾ DYFIക്കാർ ഉയരണം. സന്തോഷമായി എന്നാ തോന്നണേ. എനിക്ക് മുഖം കണ്ടപ്പോ എനിക്ക് ബാക്കിയൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഏതായാലും റോട്ടിലൂടെ പോകുമ്പോ DYFI സമ്മേളനത്തിൽ വെച്ചിരിക്കുന്നത് മൊത്തം വിവേകാനന്ദന്റെ ചിത്രമാണ്. പിന്നെ നാരായണ ഗുരുദേവന്റെ, പിന്നെ ചട്ടമ്പി സ്വാമിയുടെ. തിരുവനന്തപുരത്ത് കൈമനം എന്ന് പറയുന്ന സ്ഥലത്ത് ശ്രീകൃഷ്ണന്റെ വെച്ചക്കുണ്ട്. അത് നേരിട്ടാണ് എന്റെ വീട് അതിന്റെ അടുത്താണ്. അപ്പൊ ശ്രീകൃഷ്ണന്റെ ചിത്രം വെക്കുന്ന ലെവലിലേക്ക് DYFIക്കാർ ഉയർന്നു എങ്കിൽ ഗോപാലകൃഷ്ണന് സന്തോഷമുണ്ട്. മനസ്സിൽ മാറ്റം വന്നത് കൊണ്ടാണ്, ശരീരത്തിൽ മാറ്റം വന്നത് കൊണ്ടല്ലാതെ. ഇന്റലക്ച്വൽ ചേഞ്ച് ഹാസ് ടേക്കൻ പ്ലേസ് ബിക്കോസ് മെന്റൽ ചേഞ്ച് ടുക്ക് പ്ലേസ്. മെന്റൽ ചേഞ്ച് സംഭവിച്ചത് കൊണ്ടാണ്. ആ മെന്റൽ ചേഞ്ച് എന്റെ മുമ്പിലിരിക്കുന്ന ഇത്രയും വ്യക്തികളിൽ ഉണ്ടാവണം. ഒരു ജന്മത്തില് ഒരു വേദമെങ്കിലും നിങ്ങൾ കേൾക്കണം. എന്നിട്ട് ആ വേദം കോപ്പിയെടുത്ത് ആരാധ്യനായ അച്യുതാനന്ദൻ സാറിനും പിണറായി വിജയനും കുഞ്ഞാലിക്കുട്ടിക്കും KM മാണിക്കും കൊടുക്കാൻ വേണം. കാരണം ഈ നാടിന്റെ അവകാശമാണ്, നമ്മുടെ മാത്രമൊന്നുമല്ല. അപ്പൊ എല്ലാവർക്കും കൊടുക്കണം. ആ വേദം അച്യുതാനന്ദന്റെ ജ്യോത്സ്യൻ പരമേശ്വരൻ നമ്പൂതിരിപ്പാട് തർക്കിയോട് അമ്പലത്തിലെ പൂജാരിയ. കണ്ണൂര് അച്യുതാനന്ദൻ സാറിന്റെ ജ്യോത്സ്യൻ. ആര് നിഷേധിച്ചാലും അത് വെല്ലുവിളിക്കാൻ സാധിക്കില്ല. കാരണം ഞങ്ങൾ കണ്ണൂർ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നാണ് ഊഹിക്കാം. അദ്ദേഹം തന്നെയാ പറഞ്ഞത് ഞാൻ അച്യുതാനന്ദന്റെ ജ്യോത്സ്യനാണെന്ന്. അപ്പൊ അല്ലാതെ ഇദ്ദേഹത്തിന് പറയാൻ പറ്റുമോ? 80,000 കോപ്പി വേദം അദ്ദേഹം എടുത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. ആ പരമേശ്വരൻ നമ്പൂതിരി മാഷം എന്നാ പേര്, സ്കൂൾ മാഷും കൂടിയാ. 8 ലക്ഷം രൂപ മുടക്കി ഒരു അമ്പലം പുതുക്കിപ്പെടുന്ന ആളാണ്. നല്ലൊരു മനുഷ്യൻ, ശാന്തൻ. ഇത് ഞാൻ നിങ്ങളോട് പറയാൻ കാരണം നമുക്കും സാധിക്കണം. വേദമന്ത്രങ്ങൾ കേൾക്കണം. സംഗച്ഛധ്വം സംവാദധ്വം സംഭോമനാംസി ജാനത. എന്തൊരു മന്ത്ര! ലോകത്തിലെ UNO 239 രാജ്യങ്ങൾക്ക് ഐകമത്യ സുക്തം എന്ന് പറഞ്ഞ് ആലപിക്കാൻ പറഞ്ഞു കൊടുത്ത മന്ത്രമാണ് ഋഗ്വേദത്തിലെ അവസാനത്തെ സൂക്തം. സംഗച്ഛധ്വം സംവദധ്വം സംഭോമനാംസി ജാനത ദേവാഭാഗം യഥാ പൂർവേ സഞ്ജാനാന ഉപാസതേ സമാനോ മന്ത്രസമിതി സമാനീ സമാനം മനസ ചിത്തമേഷ സമാനം മന്ത്രം അഭിമന്ത്രയേവ സമാനേന വോ ഹവിഷാജിഹോമി സമാനീവ ആകൂതി സമാന ഹൃദയാനിവ സമാനമസ്തു വോ മനോ യഥാവസ്തു സഹാസതി. എന്തൊരു മന്ത്രാണ്! എത്ര കാലം ഭൂമിയിൽ ജീവിക്കുന്നോ ഒരേ മനസ്സോടുകൂടി ചിരിച്ചുകൊണ്ട് ജീവിക്കാം. സുസഹാസതി, ചിരിച്ചുകൊണ്ട് ജീവിക്കാം. കരയാനല്ല പറഞ്ഞത്, പ്രാർത്ഥിക്കാനല്ല പറഞ്ഞത്, തുറന്ന് സംസാരിക്കാൻ, ഒരുമിച്ച് നടക്കാൻ, ഈശ്വരാരാധന പോലെ ഏറ്റെടുത്ത കർമ്മങ്ങൾ ചെയ്യാൻ.
ഒരേ കമ്മിറ്റി മീറ്റിംഗ് നല്ല രീതിയിൽ കൂടാൻ ഈശ്വരൻ എങ്ങനെയാണോ അഗ്നിയിൽ ഹവിസ് ഹോമിക്കുന്നത് അതേപോലെ ജീവിതം യജ്ഞഭാവത്തില് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ഐകമത്യ സൂക്തം യുനെസ്കോ UNO ലോകത്തിന്റെ ദ മന്ത്ര ഓഫ് യൂണിറ്റി ആയിട്ട് ഡിക്ലെയർ ചെയ്തു. 21ാം നൂറ്റാണ്ട് ഭാരതത്തിൻ്റെതാണെന്ന് പറഞ്ഞ സ്വാമി വിവേകാനന്ദന്റെ 120 വർഷങ്ങൾക്ക് മുമ്പുള്ള വരികള് 21ാം നൂറ്റാണ്ട് ഭാരതത്തിൻ്റെതാണെന്ന് പറഞ്ഞ 120 വർഷങ്ങൾക്ക് മുൻപ് വിവേകാനന്ദൻ പറഞ്ഞ വരികള് അന്വർത്ഥമായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തില് ജീവിക്കാൻ ഭാഗ്യം കിട്ടിയ എന്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളോട് എനിക്ക് പറയാനുള്ളത് വേദമന്ത്രങ്ങൾ കേൾക്കണം. ആ മന്ത്രങ്ങള് നാസായില് ഞാൻ കഴിഞ്ഞ വർഷം പോയപ്പോ നാസായിലെ ശാസ്ത്രജ്ഞന്മാര് കേൾക്കുന്നു, പല ഹോസ്പിറ്റലിലെ രോഗികളെ കേൾപ്പിക്കുന്നു, പല രീതിയിലെ കാറോടിക്കുന്നവർക്ക് സൈക്കോസൊമാറ്റിക് രോഗങ്ങൾ വരാതിരിക്കാൻ വേദമന്ത്രങ്ങൾ കേൾക്കാൻ വികസിത രാഷ്ട്രങ്ങളിലെ ഡോക്ടർമാര് ഉപദേശിക്കുന്നു. വാസൻ ഐ ക്ലിനിക്കിലെ ഓപ്പറേഷൻ തിയേറ്ററിൽ വേദമന്ത്രം, അപ്പോളോ ഹോസ്പിറ്റൽ ചെന്നൈയില് വേദമന്ത്രം, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അഹമ്മദാബാദില് വേദമന്ത്രം, കരിക്കുലത്തിന്റെ ഭാഗം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ബാംഗ്ലൂര് IIM ബാംഗ്ലൂര് ഞാനവിടെ ക്ലാസ് എടുത്ത ആളാണ്. അവിടെ വേദമന്ത്രങ്ങൾ വേദിക് മാനേജ്മെന്റ് സിലബസിന്റെ ഭാഗമാണ്. അപ്പൊ 21ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമുക്ക് വേദങ്ങൾ സവർണരുടേതാണെന്ന് പറഞ്ഞ് മാറ്റണോ? ലോകം മുഴുവനും 2 കൈയിൽ നീട്ടി സ്വീകരിക്കുമ്പോൾ ആ സ്വീകരിക്കുന്നതിന്റെ ഭാഗ്യം ആസ്വദിക്കാൻ ഭാഗ്യം കിട്ടിയ, യോഗം കിട്ടിയ നമ്മളത് ഒരിക്കലെങ്കിലും കേൾക്കണമോ? നിങ്ങൾ തീരുമാനിക്കാം. കേൾക്കണം, കേൾക്കണം. ഞാൻ ചിലപ്പോ ഇങ്ങനെ കൈയാക്കുമ്പോഴത്തേക്കും ഭൂമാനന്ദ സ്വാമിയെ ഇങ്ങനെ ആലോചിക്കാറുണ്ട്, മനസ്സിലാവണുണ്ടോ കൂട്ടരെ നിങ്ങൾക്ക് എന്ന് അങ്ങേര് ചോദിക്കാറുണ്ട്. അങ്ങനെ എനിക്ക് ചോദിക്കാൻ പറ്റില്ലല്ലോ. എന്താ കാരണം? ഇന്നലെ ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് 70 വർഷമായി, വയസ്സായിട്ട് 30 കൊല്ലായി. എനിക്ക് അത്ര ആയിട്ടില്ല. അപ്പോ നമ്മൾ ആ വേദങ്ങള് അതുപോലെ സന്ദേശങ്ങൾ കേട്ട് മനുഷ്യ മനസ്സിനെ അസതോമാ സദ്ഗമയ. ഞാൻ നിങ്ങളോട് 5 വാക്കുകൾ ഓർമ്മിക്കണം എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ഇല്ലേ? മൈൻഡ്, ബോഡി, ഫാമിലി, സൊസൈറ്റി, നേഷൻ. സസ്റ്റൈനബിൾ ആൻഡ് പെർമനന്റ് നന്മയ്ക്ക് മനസ്സിനെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഉയർത്താം. മനസ്സിനകത്ത് വാശി, പക, വിദ്വേഷം, അസൂയ, കുശുമ്പ്, കുരുട്ട്, പരദൂഷണം, പാരവപ്പ്, കാലുവാലല് 9. ഇത് പുറത്തൊന്നും അന്വേഷിക്കേണ്ട, അകത്തോട്ട. അപ്പോ ഈ 9 മാറ്റി സ്നേഹം, ബഹുമാനം, ആദരവ്, കടമ, കടപ്പാട്, കരുണ, ദയ, സംതൃപ്തി, ചാരിതാർത്ഥ്യം 9. അത് നിറയ്ക്കാം. അല്ലെങ്കിൽ നെഗറ്റീവുകൾ കുറയ്ക്കുക. ഇല്ലാണ്ടാക്കാൻ പറ്റില്ല നമുക്ക്. അത് കുറച്ച് പോസിറ്റീവുകൾ കൂട്ടുക. എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോ സത്യസായി ബാബ കൈകൊണ്ട് കാണിക്കണം, അതിങ്ങനെ കാണിക്കുക. അത്ര വലിയ കാര്യമൊന്നുമില്ല. എന്നാൽ ഇതിന്റെ അർത്ഥം എന്തിനാ ഇങ്ങനെ വെറുതെ വിഷമിക്കണേ നമ്മൾ ചോദിക്കാറില്ലേ ചിലപ്പോ? ആ കൈയിങ്ങനെ കാണിച്ചതിന്റെ അർത്ഥം തന്നെ ഇത്ര വലിയ കാര്യമൊന്നുമില്ല. വേറൊരർത്ഥം കൂടിയുണ്ട്. അന്നദാനം ഇല്ലാതിരുന്നിട്ടും ഇത്രയും പേര് എന്താണാവോ വന്നത്. അങ്ങനെ ഒരു അർത്ഥം കൂടി അതിനുണ്ട്. അപ്പൊ ഏതായാലും ആ മനസ്സിനെ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് കൊണ്ടുപോകാൻ സന്ദേശങ്ങൾ കേൾക്കാം. ആ സന്ദേശങ്ങൾ നിറഞ്ഞിരിക്കുന്നു വേദത്തില്. ആ സന്ദേശങ്ങൾ രാമായണത്തിലുണ്ട്, ആ സന്ദേശങ്ങൾ മഹാഭാരതത്തിലുണ്ട്, അപ്രകാരമുള്ള സന്ദേശങ്ങൾ പുരാണത്തിലുണ്ട്. അപ്പൊ ഓർമ്മിക്കാനുള്ളത് വേദങ്ങളിലുള്ളത് സന്ദേശങ്ങൾ മാത്രം. അത് മനസ്സിനെ നന്മയിലേക്ക്. പിന്നെ രാമായണത്തിലേക്ക് കടന്നാൽ മിനിഞ്ഞാന്ന് ഞാൻ വിവരിക്കുകയുണ്ടായി. രാമന്റെ, സീതയുടെ, ലക്ഷ്മണന്റെ, ബാലിയുടെ, സുഗ്രീവന്റെ, രാവണന്റെ, കുംഭകർണന്റെ, വിഭീഷണന്റെ, അതുപോലെയുള്ളവരുടെ ജീവിതാനുഭവങ്ങള്. നിങ്ങൾ രാവണനെ പോലെ പെരുമാറിയ